നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ട് കൃഷിക്കും മൃഗപരിപാലനത്തിനും പ്രാധാന്യം നൽകി പായിപ്ര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പരമാവധി വിഭവശേഷി സമാഹരിച്ചുകൊണ്ട് പഞ്ചായത്തിനെ സമഗ്രമായ വികസനത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബജറ്റാണ് പായിപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും മൃഗസംരക്ഷണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി പായിപ്ര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ അവതരിപ്പിച്ചു. പായിപ്ര ഗ്രാമപഞ്ചായത്തിന് 2024-25 സാമ്പത്തിക വർഷം ലഭ്യമാകുന്ന പരമാവധി വിഭവശേഷി സമാഹരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ബഡ്ജറ്റിനാണ് രൂപം നൽകിയിരിക്കുന്നത്. കാർഷിക മേഖലയുടെ സമഗ്രാഭിവൃദ്ധിക്കായി നെൽകൃഷി വികസനം, പച്ചക്കറി കൃഷി വികസനം എന്നീ പദ്ധതികൾക്ക് തുക ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെൽകൃഷി വികസനത്തിന് 5 ലക്ഷം രൂപയും പച്ചക്കറി വികസനത്തിൽ 12 ലക്ഷം രൂപയും മൃഗസംരക്ഷണ ക്ഷീര വികസന മേഖലയിൽ കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം, മുട്ടക്കോഴി വളർത്തൽ, മൃഗ ആശുപത്രിക്ക് മരുന്ന് വാങ്ങൽ, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി എന്നീ പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിന് 25 ലക്ഷം രൂപയും ക്ഷീരവികസനത്തിന് 10 ലക്ഷം രൂപയും മൃഗങ്ങളുടെ രോഗനിയന്ത്രണത്തിന് 5 ലക്ഷം രൂപയും കാർഷിക മൃഗസംരക്ഷണ മേഖലയുടെ സമഗ്ര വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കായി 1 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. ആകെ 29,68,42,877 രൂപ വരവും 28,76,96,314 രൂപ ചെലവും 91,46,563 രൂപ നീക്കി ബാക്കി പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് PM അസീസ് അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയുടെ സമഗ്ര അഭിവൃദ്ധിക്കായി നെൽകൃഷി വികസനം, പച്ചക്കറി കൃഷി വികസനം, പായിപ്ര കവല വികസനം, പോയാലി ടൂറിസം പദ്ധതി, പള്ളിച്ചിറ ടൂറിസം പദ്ധതി, മുളവൂരിൽ കളിസ്ഥലം, മുളവൂർ സ്കൂൾ ഗ്രൗണ്ട് നവീകരണം, ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെ സേവനം, പായിപ്ര കവലയിൽ വെയിറ്റിംഗ് ഷെഡ്, കംഫർട്ട് സ്റ്റേഷൻ എന്നീ പദ്ധതികൾക്ക് തുക ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം, മുട്ടക്കോഴി വളർത്തൽ, മൃഗാശുപത്രിക്ക് മരുന്ന് വാങ്ങൽ, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി എന്നീ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങൽ, ഹാപ്പി ക്ലിനിക്, പകർച്ച ഇതര വ്യാധികളുടെ പ്രതിരോധം എന്നിവയ്ക്കായി 30 ലക്ഷവും വകയിരുത്തുന്നു. ലൈഫ് ഭവന പദ്ധതിയും വാസയോഗ്യമല്ലാത്ത വീട് വാസയോഗ്യമാക്കലിനുമായി 2 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും ജനകീയവുമാക്കും. 29,68,42,877 രൂപ വരവും 28,76,96,314 രൂപ ചെലവും 91,46,563 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ പ്രതീക്ഷിത വരുമാനങ്ങളും ചെലവുകളും ഉൾപ്പെടുത്തിയും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിയുമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് പോയാലി ടൂറിസവും പള്ളിച്ചിറ ടൂറിസവും. അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി നടപടികൾ ആരംഭിച്ചിട്ട് തന്നെയുണ്ട്. മറ്റൊന്ന് മുളവൂർ തോട്, അതുപോലെ മുടവൂർ തോട്, പാപ്പാളത്തോട് ഇതിൻ്റെ നവീകരണവും തീരസംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് നടപ്പാത നിർമ്മിച്ച് അത് മലിനീകരണ നിയന്ത്രണവും ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്തി അതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. തരിശായി കിടക്കുന്ന നെൽവയലുകൾ അത് കണ്ടെത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തി അവിടെ കൃഷിക്ക് സജ്ജമാക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോയിരിക്കുന്നത്. സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് ഷാഫി, MC വിനയൻ, ഷാജിദ മുഹമ്മദ് അലി, മെമ്പർമാരായ EM ഷാജി, സക്കീർ ഹുസൈൻ, ജയശ്രീ ശ്രീധരൻ, റജീന ഷിഹാജ്, ബെസി എൽദോ, ജലാലുദ്ദീൻ, ദീപ റോയ്, നെജി ഷാനവാസ്,
MA നൌഷാദ്, AT സുരേന്ദ്രൻ, വിജി പ്രഭാകരൻ, VE നാസർ, LG റോയ്, സുകന്യ അനീഷ് എന്നിവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.